ഇടതുപക്ഷത്തിനൊപ്പം അടിയുറച്ചു നിൽക്കുന്ന യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസിനെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നടപടിയിൽ പാർട്ടി നേതൃത്വത്തിലും അണികൾക്കുമിടയിൽ ശക്തമായ എതിർപ്പുണ്ട്. മുഖ്യമന്ത്രിയുടേത് വാവിട്ട വാക്കാണെന്നാണ് പൊതുവിൽ നേതാക്കൾ വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രിയെ അന്ധമായി പിന്തുണയ്ക്കുന്ന സഖാക്കൾ പക്ഷേ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയെ തുണയ്ക്കില്ല എന്ന വിലയിരുത്തലുമുണ്ട്. തങ്ങളുടെ പക്ഷത്തു നിന്നുള്ള ഒരു വ്യക്തി വിമർശനം ഉന്നയിക്കുമ്പോൾ അതിനെ പരിശോധിക്കുന്നതിന് പകരം പൊതുസമൂഹത്തിൽ അവഹേളിക്കുന്ന വിധത്തിൽ പരാമർശം നടത്തിയതിന്റെ കാരണമാണ് ചോദിക്കുന്നത്. സമസ്ത ദിനപത്രത്തിൽ അടക്കം കഴിഞ്ഞ ദിവസം CPM-നും സർക്കാരിനുമെതിരെ വിമർശനമുണ്ടായിരുന്നു. ഇതേക്കുറിച്ചൊന്നും പരാമർശിക്കാതെയാണ് കൂറിലോസിനെ മുഖ്യമന്ത്രി കടന്നാക്രമിച്ചത്. ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കേട്ടത്. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശത്തിൽ കടുത്ത എതിർപ്പ് CPM നേതാക്കൾക്കിടയിലുണ്ട്. ഈ വിഷയത്തിൽ പിണറായി വിജയനെ പിന്തുണയ്ക്കാൻ മന്ത്രി മുഹമ്മദ് റിയാസ് ഒഴികെ മറ്റാരും തന്നെ തയ്യാറായിട്ടില്ല. ജനങ്ങൾക്കെല്ലാം അറിയാമെന്നും ഇടതുപക്ഷം വിമർശനം ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുവെന്നും മന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രിയെ താറടിക്കാൻ ശ്രമം നടന്നിട്ടുണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുക എന്നതാണ് ഇതിന്റെ പിന്നിലുള്ള അജണ്ട. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിച്ചത് നിഘണ്ടുവിൽ പോലും വയ്ക്കാൻ പറ്റാത്ത പദമാണെന്നും മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. അതേസമയം സാധാരണ പ്രവർത്തകർ പോലും മുഖ്യമന്ത്രിയെ തള്ളിപ്പറയുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസിനെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നടപടിയോട് വിയോജിച്ച് പത്തനംതിട്ടയിലെ CPM നേതാവ് പരസ്യമായി രംഗത്ത് വരികയും ചെയ്തു. വിമർശകരെല്ലാം ശത്രുക്കളല്ലെന്ന് CPM ഏരിയ കമ്മിറ്റി അംഗവും CITU നേതാവുമായ K പ്രകാശ് ബാബു ഫേസ്ബുക്കിൽ കുറിച്ചു. ഉറച്ച നിലപാട് ഉറക്കെ പറയുന്നതാണ് നല്ലതെന്നും അതുകൊണ്ട് ആർക്കും ദോഷമുണ്ടാകില്ലെന്നും K പ്രകാശ് ബാബു പൊതുവേദിയിലും പറഞ്ഞു. ഗീവർഗീസ് മാർ കൂറിലോസ് ഉദ്ഘാടകനായ പരിപാടിയിലായിരുന്നു തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗമായ പ്രകാശ് ബാബുവിന്റെ ഈ പ്രതികരണം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുമുന്നണിയുടെ തോൽവിയിലാണ് കൂറിലോസ് CPM-നെ വിമർശിച്ചത്. ഇതിനെതിരെ മുഖ്യമന്ത്രി രംഗത്തെത്തുകയായിരുന്നു. അതേസമയം സർക്കാരിനെതിരെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. CPM-നെ വിമർശിച്ച തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെ തന്നെ കിടപ്പുണ്ടെന്ന് മാർ കൂറിലോസ് പ്രതികരിച്ചു. ഹൃദയപക്ഷമാണ് ഇടതുപക്ഷമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ പറഞ്ഞത് അവിടെ ഇപ്പോഴും കിടപ്പുണ്ട്. വ്യക്തിപരമായ പരാമർശങ്ങളോട് ഞാൻ ഒരിക്കലും ഒരിടത്തും പ്രതികരിച്ചിട്ടില്ല. അതിനി ഉണ്ടാകത്തുമില്ല. അതേസമയം പിണറായി വിജയൻ കാലം കാത്തുവെച്ച നേതാവാണ് എന്ന് പറഞ്ഞയാളാണ് ഗീവർഗീസ് മാർ കൂറിലോസ് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത്. അദ്ദേഹത്തെ തന്നെ അങ്ങനെ വിളിച്ചപ്പോൾ സന്തോഷമായെന്ന് സതീശൻ പരിഹാസ രൂപേണ പറഞ്ഞു. സർക്കാരിനെ വിമർശിക്കുന്നവരെല്ലാം വിവരദോഷികളാണ് എന്ന് പറയാനുള്ള ഈ ധാർഷ്ട്യം, ഇത്രയും കനത്ത ആഘാതം ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടും പിണറായി വിജയൻ അത് മാറ്റിയിട്ടില്ല എന്നത് വിസ്മയിപ്പിക്കുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ പുരോഗമനപരമായി അഭിപ്രായം പറയുന്ന ഒരു പുരോഹിതൻ സർക്കാരിനെ വിമർശിച്ചപ്പോൾ അതിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം എത്ര തരം താണതാണെന്നും ഇത് മുഖ്യമന്ത്രിയുടെ നിലവാരത്തിന് ചേർന്നതല്ലെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി.